പേര് സൗമിനി ജേക്കബ്. ഞാൻ പള്ളിപ്പുറം കടപ്പുറം വേളാങ്കണ്ണി മാതാ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് ഇവിടെ ഞാൻ വന്ന് 2018 ഏപ്രിൽ 5-ാം തീയതി ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ അസുഖമാണ്. അത് ചെക്കപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് 6ാമത്തെ കാര്യമായിട്ട് ഞാൻ എഴുതിയിരുന്നത് എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ട് ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈലിൻ്റെ വർക്കാണ്, അത് കിട്ടണമെന്നായിരുന്നു. അത് എടുത്ത 2ാമത്തെ ഉപവാസത്തിൻ്റെ അന്ന് ഒരു എൻജിനീയർ എൻ്റെ ഭർത്താവിനെ വിളിക്കുകയും സ്ഥിരമായി ജോലി കൊടുക്കുകയും ചെയ്തു. അതിന് ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. 2ാമതായി എൻ്റെ മകൻ അന്ന് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ബാംഗ്ലൂർ പഠിക്കുന്നു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് അതിൽ ഞാൻ വെച്ചിരുന്നു, പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി എൻ്റെ മകന് കിട്ടണം എന്നായിരുന്നു. അത് പഠിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ വലിയ കമ്പനിയായ പ്രസ്റ്റീജിൻ്റെ കമ്പനിയിൽ ഇൻ്റർവ്യൂ നടക്കുകയും നവംബർ 1-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ജോലിയിൽ പ്രവേശിച്ചു എങ്കിലും അവിടെയും തടസ്സങ്ങൾ വന്നു. ആധാർ കാർഡിൻ്റെ കാര്യത്തിൽ ഫോൺ നമ്പർ വെച്ചിരുന്നില്ല. ആ ഫോൺ നമ്പറിൻ്റെ പ്രശ്നം വന്ന് ഒരു മാസത്തോളം അത് ശരിയാക്കുവാൻ വേണ്ടി നടക്കുമ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ ജപമാലയും കാശുരൂപവും കൊടുത്തിരുന്നു. അത് കൊണ്ടുപോയി അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അത് ശരിയാക്കുകയും ഡിസംബർ 2-ാം തീയതി എൻ്റെ മകൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി. എൻ്റെ മകന് 19 വയസ്സായിട്ടുള്ളൂ. ഇത്രയും വലിയ അനുഗ്രഹം ഈ ചെറിയ പ്രായത്തിൽ എൻ്റെ മകന് നൽകിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ടാണ് ആദ്യത്തെ പോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു. ഞാൻ താമസിക്കുന്നത് 19 കൊല്ലം കഴിഞ്ഞു. ആ സ്ഥലത്ത് പോക്കുവരവ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ബീച്ചിൻ്റെ സ്ഥലങ്ങളിൽ പോക്കുവരവ് നടത്താൻ വളരെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്ന സമയത്ത് എൻ്റെ അയലന്തരത്തെ ചേച്ചിമാരെല്ലാവരും എന്നെ കളിയാക്കി. അവരെല്ലാവരും എന്നേലും പുറകെ വന്ന് താമസിച്ചവരാണ്. അവരെല്ലാവരും പോക്കുവരവ് നടത്തി. ഞാൻ മാത്രം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിജയകുമാർ സാറ് ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞു. 30 ഏക്കർ വയലിൻ്റെ കാര്യം. ആ വയലായിട്ട് കിടക്കുന്നത് ഭൂമിയായിട്ട് പോക്കുവരവ് നടത്തി കിട്ടിയ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, എൻ്റെ പോക്കുവരത്തിലും എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തന്നെ എന്ന്. ആ പ്രാർത്ഥന കേട്ടതിൻ്റെ ഫലമായി ഞാൻ 2017 പോക്കുവരവ് നടത്താത്ത കരമടച്ച റസീറ്റുമായി ചെന്നു കരമടച്ചു അടക്കാൻ ചെന്നപ്പോൾ ആ ഓഫീസർ എന്നോട് ചോദിച്ചു, പോക്കുവരവ് നടത്തിയിട്ടില്ലേ? ഞാനപ്പോൾ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നോക്കി നിന്നു. കമ്പ്യൂട്ടറിൽ പോക്കുവരവിൻ്റെ കരമടക്കാൻ എടുത്തപ്പോൾ പോക്കുവരവ് നടന്നു കിടക്കുന്നു. ഞാൻ അതിനു വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടുണ്ടായില്ല, ഒരു പേപ്പറുകളും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. മാതാവാണ് എനിക്ക് അതിനു വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത്. അമ്മയ്ക്കും അമ്മ തിരുക്കുമാരനും 1000 നന്ദി. രേഷ്മ. ഞാൻ ഓസ്ട്രേലിയയിലെ ഇപ്സ്വിച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ലൈറ്റ് ക്യാൻഡിൽ പ്രയറും ഓൺലൈൻ ഉടമ്പടിയുടെ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അതിനെ സാക്ഷ്യപ്പെടുത്താനും വേണ്ടിയാണ്. ഈ സാക്ഷ്യം ഞാനിവിടെ പറയുന്നത് എൻ്റെ ഇഷ്ടത്തോടെയല്ല, അമ്മ മാതാവാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എൻ്റെ കാലിൻ്റെ സിറ്റുവേഷൻ. എനിക്ക് 1 കൊല്ലം മുമ്പ് ഒരു ആങ്കിൾ ഇഞ്ചുറി ഉണ്ടായതാണ്. അത് ഞാൻ കൊണ്ടു നടന്ന് കൂട്ടി കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ വന്നു. ഞാൻ അവിടെ GP-നെ കാണിച്ചു. GP എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര വേഴ്സായിരിക്കുകയാണ്. ലാസ്റ്റ് സെപ്റ്റംബറിൽ അൾട്രാസൗണ്ട് നടന്നതാണ്. അതിൽ grade 2 ടെൻഡൻ ടയർ ആൻഡ് ലിഗമെൻറ്റ് ടയർ ആയിരുന്നു എൻ്റെ രോഗം. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് റെസ്റ്റൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞാൻ ജനുവരിയിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വേഴ്സായിരിക്കുകയാണ്, grade 3 മാറിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തായാലും സർജറി വേണ്ടി വരും, നിങ്ങൾ റെസ്റ്റ് എടുക്കണം, ഡ്യൂട്ടിക്കൊന്നും പോകാൻ പറ്റില്ല. ഞങ്ങളാകെ വിഷമിച്ചു. അത് ഞങ്ങൾ തീരുമാനമെടുത്താണ് നാട്ടിലേക്ക് വരണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സാക്ഷ്യങ്ങളൊന്നും ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടില്ല. 2019 ഞാൻ അമ്മയെക്കുറിച്ച് അറിയുന്നത്. അന്ന് തൊട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെ സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു എൻ്റെ കാലിൻ്റെ കാര്യം. അതിൽ എനിക്ക് ലാസ്റ്റ് അൾട്രാസൗണ്ടിൽ grade 2 എന്നുള്ളത്. ഇപ്പോൾ MRI ചെയ്തു വീണ്ടും ഈ മാസം. അത് ചേഞ്ച് ടു ഹീലിംഗ് ലിഗമെൻറ്റ് ടയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതായത് ഗ്രേഡ് 2 നിന്ന് മാറി ഒരു ഹീലിംഗ് വൂണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. സർജറി വരുന്ന എൻ്റെ വൂണ്ട് ഇപ്പോൾ ഒരു POPയിൽ 40 ഡേയ്സിനുള്ളിൽ മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ വലിയൊരു അത്ഭുതമാണെന്നത് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ കാലും വെച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ ഇത് പറയണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാലും വെച്ച് ഇങ്ങോട്ട് വന്നത്. 2019 മുതൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കുറേ അധികമാണ്. 2019 ഞാൻ ഒരു ജോലിയിലുണ്ടായിരുന്നു. ആ ജോലിയിൽ ഞാൻ 3 വർഷമായിട്ട് തുടരുമായിരുന്നു. ഒരു പ്രൊമോഷനും ഇല്ലാണ്ട് ഞാൻ 3 വർഷമായിട്ട് ഈ സെയിം ജോലിയിൽ തന്നെ തുടരുന്ന സമയത്താണ് എനിക്ക് ഒരു ഫേസ്ബുക്ക് ലിങ്കിലൂടെ അമ്മയെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും ഞാൻ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രയറിനെ കുറിച്ച് അതിലൂടെ കേട്ടു. ഞാനൊരു റിക്വസ്റ്റ് ഇട്ടു എൻ്റെ ജോലീനെ കുറിച്ച്. എനിക്ക് 1 മാസത്തിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. അമ്മ ഒരു കൊറോണറി കെയർ യൂണിറ്റ്, ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഓസ്ട്രേലിയയിൽ. അതിൽ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാർഡിയാക്ക് ഏരിയയിലെ കൊറോണറി കെയർ യൂണിറ്റിലെ ഇൻചാർജ് നഴ്സായിട്ട് അമ്മ എന്നെ പ്രൊമോട്ട് ചെയ്തു. വിത്തിൻ 1 മന്താണ് അത് സംഭവിച്ചത്. അത് 2019 അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. അത് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ആ ജോലിയിലുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ പ്രാർത്ഥനകൾ ഇച്ചിരി കുറഞ്ഞു പോയിരുന്നു അമ്മയോടുള്ളത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ജോലിയിൽ നിന്ന് എനിക്കൊന്ന് മാറണമെന്ന് തോന്നി. ഞാൻ വിചാരിച്ചു ഓസ്ട്രേലിയയിലെ കുറച്ച് സിറ്റി ഏരിയയിലേക്ക് മാറാം എന്ന് വിചാരിച്ച് ഞാൻ വേറെ കുറച്ച് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിലൊരു ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ ആ ജോലിയിൽ ചെന്നപ്പോൾ അമ്മ ആദ്യം ലിഫ്റ്റ് ചെയ്തതാണ് എന്നെ. ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ജോലിയിൽ നിന്ന് അമ്മ എനിക്ക് പ്രൊമോഷൻ തന്ന് ലിഫ്റ്റ് ചെയ്തതാണ്. അതിൽ നിന്ന് തന്നെ എൻ്റെ സ്റ്റാറ്റസ് പ്രൊമോട്ട് ചെയ്തു. ഞാൻ ഏറ്റവും താഴ്ന്ന ഒരു ജോലിയിലേക്ക് മാറിപ്പോയി. ഞാൻ തന്നെ അപ്ലൈ ചെയ്ത ആ ജോലിയിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോഴാണ് ഞാൻ അമ്മയെക്കുറിച്ച് വീണ്ടും ആലോചിച്ചത്. അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും ഞാൻ വീണ്ടും കേട്ടു തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ടു. 2 മാസം അങ്ങനെ പ്രാർത്ഥിച്ചു. മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അതിനിടയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂസൊക്കെ കുറേ അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു. ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ അത്യാവശ്യം മെറിറ്റുള്ള ഒരാളാണ്. മിക്ക ഇൻ്റർവ്യൂസ് എനിക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ 4-5 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്കൊന്നും ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ സാക്ഷ്യങ്ങളിലൂടെ അറിഞ്ഞു ഒരു ഓൺലൈൻ ഉടമ്പടി ഉണ്ട് എന്നറിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി ഞാനെടുത്തത് April 28, 2022 അന്ന് തൊട്ട് ഞാൻ അച്ഛൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒന്നും മുടക്കാറില്ല. എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് അധികം പ്രേക്ഷിക പ്രവർത്തനം ഓസ്ട്രേലിയയിലായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് എൻ്റെ പേഷ്യൻസ് വിഷമിക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടായിരിക്കും. അവർ വിഷമിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കും. എനിക്ക് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടാറുണ്ട്. എൻ്റെ പേഷ്യൻസിൻ്റെ സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വേഴ്സായിട്ടുള്ള സിറ്റുവേഷൻ ബെറ്ററായിട്ട് വരുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഈ പേഷ്യൻസ് എണീറ്റിരിക്കുന്നുണ്ടാവും, കിടക്കുന്ന പേഷ്യൻസ്. എനിക്ക് പലവട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ഈ പ്രാർത്ഥനയിലൂടെ നടന്ന് അമ്മ എനിക്ക് 40 എന്നുള്ളൊരു നമ്പർ അമ്മ എനിക്ക് അടയാളമായിട്ട് കാട്ടിയിരുന്നു. എനിക്കത് ആദ്യം മനസ്സിലായിരുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ 40 ഡേയ്സ് എൻ്റെ ഉടമ്പടി എടുത്ത് 40 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 ഇൻ്റർവ്യൂസ് വന്നു. അതിൽ 3 ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഒരു ക്ലിനിക്കൽ നഴ്സ് എന്ന ഒരു പൊസിഷനിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അത് സ്റ്റാഫ് നഴ്സിൻ്റെ മുകളിലൊരു പൊസിഷനാണ്. അതിലേക്ക് ഞാൻ വെറുതെ അപ്ലൈ ചെയ്തതാണ്. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ നന്നായി പഠിച്ചിട്ടാണ് പോയത്, പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്ക് ഉറപ്പായിരുന്നു അതെനിക്ക് കിട്ടുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു, നിനക്ക് കിട്ടില്ല, കാരണം നീ ആൻസേഴ്സ് ഒന്നും കറക്റ്റായിട്ടല്ല പറഞ്ഞത്, നിനക്ക് ഈ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡെസ്പായി. എന്നാലും ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഉപവാസം എല്ലാമായിട്ട് ഞാൻ ഇങ്ങനെ പോവായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാനിപ്പോൾ താമസിക്കുന്ന ഇപ്സ്വിച്ച് എന്ന സ്ഥലത്തെ ഹോസ്പിറ്റലിലെ സാധാരണ സ്റ്റാഫ് നഴ്സ് എന്ന ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതെനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഞാൻ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് വിളിച്ചു, നീ വേറൊരു ജോലിക്കും കൂടി ഇവിടുന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ക്ലിനിക്കൽ നഴ്സ് എന്ന പൊസിഷനിലേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അവർ പറഞ്ഞു നീ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നീ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്തായാലും തോറ്റു. ഇതിന് മുമ്പത്തെ ഇൻ്റർവ്യൂ ക്ലിനിക്കൽ നഴ്സ് എനിക്ക് കിട്ടിയില്ല, ഇതെനിക്ക് കിട്ടില്ല. എൻ്റെ മെറിറ്റ് 0 ആയിരുന്നു. എനിക്ക് കോൺഫിഡൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒന്നും പഠിക്കാതെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്.
അവിടെ ഞാൻ ചെന്നപ്പോൾ 30 പേരോളം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു എനർജി വന്നു. അതിനു മുമ്പ് എനിക്ക് പല അടയാളങ്ങളും അമ്മയുടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അമ്മയെന്ന് തോന്നുന്ന തരത്തിലൊരാൾ എൻ്റെ മുമ്പിൽ കൂടെ കാറിൽ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ജോലിയെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്ന വചനം, ഞാൻ നിനക്ക് മുമ്പേ പോകുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇടുമ്പോടാമ്പുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര നിധികളും രഹസ്യധനശേഖരങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഏഷ്യ 45:2. ഇതാണ് എനിക്ക് എപ്പോഴും കിട്ടുന്ന വചനം. അതുപോലെ തന്നെ ഒരു അന്ധകാര നിധിയായിരുന്നു ആ ജോലിയും. ഞാൻ അപ്ലൈ ചെയ്തത് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു ജോലിയാണ്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ റിസൾട്ട്. 2 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു ഇൻ്റർവ്യൂവിന്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ടോപ്പറായിരുന്നു. ആ CN ജോലി എനിക്ക് ആ ഹോസ്പിറ്റലിൽ കിട്ടി. അവിടെ നിന്ന് അപ്ലൈ ചെയ്തതിൽ ഞാൻ ഒരാൾ മാത്രമേ പുറത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇൻറ്റേർണൽ വാക്കൻസി ആയിരുന്നു. എനിക്കത് കിട്ടേണ്ട ഒരാവശ്യമില്ല. അത് അമ്മയുടെ ഗ്രേസ് മാത്രമാണ്. അതിന് അമ്മയ്ക്ക് ഞാൻ താങ്ക്സ് പറയുന്നു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ ഈ ജോലി കിട്ടിയതിൻ്റെ അടുത്ത് എനിക്ക് ഒരു വീട് വേണമെന്ന് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര ഡ്രൈവ് ചെയ്യില്ല. ഭയങ്കര പാടായിരുന്നു ആ സമയത്ത് നമുക്ക് റെൻറ്റിന് വീട് കിട്ടാനായിട്ട്. ഓസ്ട്രേലിയയിലെ എല്ലാവരും ബ്രിസ്ബെയിനിലേക്ക് മൂവ് ചെയ്യുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റെൻറ്റിന് വീട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. ആ സമയത്ത് ഓണേഴ്സ് എല്ലാം ചോയ്സ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് വീട് കൊടുക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട്, ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് ജെറിക്കോ പ്രാർത്ഥനയെക്കുറിച്ച്. ഞാൻ ഈ ജോലിയുടെ കാര്യത്തിലെല്ലാത്തിലും ഞാൻ ജെറിക്കോ പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു പേപ്പറിൽ എഴുതി അതിന് ചുറ്റും 7 ദിവസം നടന്ന് ജെറിക്കോ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഞാൻ ചെയ്തു. 7 ദിവസം ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ ഞങ്ങൾക്കൊരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു വീടിൻ്റെ ഇൻസ്പെക്ഷൻ. അത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം അതിൻ്റെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വീട് നിങ്ങൾക്കാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് ഇൻസ്പെക്ഷന് വന്ന സിംഗിളായിട്ടുള്ള ആൾക്കാരും 2 പേര് കൂടിയിട്ടൊക്കെ വന്നവരുണ്ട്. 4 പേർക്ക് ഒരിക്കലും കിട്ടാനത് സാധ്യതയില്ല. പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ വീടും എനിക്ക് കിട്ടി. അതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വേറെ അനുഗ്രഹങ്ങൾ കിട്ടിയത്, എൻ്റെ ഹസ്ബൻഡ് 20 കൊല്ലമായിട്ട് ആൽക്കഹോളിന് അഡിക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഇതും പറഞ്ഞിട്ട്. വീട്ടിലെ സമാധാനം മുഴുവൻ പോവായിരുന്നു ഈ ആൽക്കഹോൾ അഡിക്ഷൻ കാരണം. അത് അമ്മ ഒരു രോഗത്തിലൂടെയാണ് എൻ്റെ ഹസ്ബൻഡിന് മാറ്റിക്കൊടുത്തത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് ബെൽസ് പാൾസി എന്നൊരു അസുഖം വന്നു. റൈറ്റ് സൈഡ് ഫേഷ്യൽ ഡ്രൂപ്പാണ് അതിൻ്റെ സിംറ്റം. അതായത് റൈറ്റ് സൈഡിലെ ഫേസ് മൊത്തം തളർന്നു പോവുക. അത് കഴിഞ്ഞ് ചെറുതായിട്ട് സ്ട്രോക്കിൻ്റെ സിംറ്റംസും വന്നു. എൻ്റെ ഹസ്ബൻഡ് ആകെ പേടിച്ചു. ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സ്ട്രോക്ക് തന്നെയാണ്, നിങ്ങൾ കൂടുതൽ കുടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ ഹസ്ബൻഡ് പേടിച്ച് കൂടി നിർത്തി. പക്ഷേ ഞങ്ങൾ സ്കാൻ ചെയ്തു. എല്ലാ സ്കാനിങ്ങിലും റിസൾട്ട് നെഗറ്റീവായിരുന്നു. സ്ട്രോക്കിൻ്റെ യാതൊരു ഇൻഡിക്കേഷനും സ്കാൻസിലുണ്ടായിരുന്നില്ല. പക്ഷേ സിംറ്റംസ് എല്ലാം സ്ട്രോക്കിൻ്റെ ആയിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് അത് നിർത്താൻ വേണ്ടി കൊടുത്ത ഒരു അസുഖമാണ്. ആ സുഗന്ധത്തിൻ്റെ ഒരു തരി പോലും ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ദേഹത്തില്ല. ഇപ്പോൾ 8 മാസമായിട്ട് കുടിക്കുന്നുമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് തിരുങ്കാരനും ഞാൻ നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേട്ടത് രേഷ്മ ഫ്രാൻസിസ്, ഓസ്ട്രേലിയ ക്ലിനിക്കൽ നേഴ്സല്ലേ ക്ലിനിക്കൽ നേഴ്സായിട്ട് സേവനം ചെയ്യുന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത്. 2019 നമ്മൾ കൃപാസന അമ്മയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴേ 2019 ഓസ്ട്രേലിയയിൽ ജോലിക്ക് ചെല്ലുന്നത്. ജോലിക്ക് 2019 സ്റ്റാഫ് നേഴ്സായിട്ട് ചെല്ലുന്നത്. 3 വർഷം അതുപോലെ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴേ ഒരു പ്രൊമോഷൻ വേണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാമ്മയെ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിച്ച് കൃപാസനമ്മയുടെ മാധ്യസ്ഥമൊക്കെ തേടി പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ അത്ഭുതാവഹമായിട്ട് സ്റ്റാഫ് നേഴ്സിൽ നിന്ന് ഇൻചാർജ് നേഴ്സ് എന്ന പദവിയിലേക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു വളർച്ച നേടുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഉടമ്പടിയെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുമൊക്കെ മറക്കാനും
ഓർക്കാതിരിക്കുവാനുമായിട്ടുള്ള സാഹചര്യവും മറ്റുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു. അങ്ങനെ ഇരുന്ന അവസരത്തിലായിരുന്നു ഈ ആശുപത്രിയിൽ നിന്ന് മാറി മറ്റൊരു ആശുപത്രിയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ജോലി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായത്. അങ്ങനെ ജോലി കിട്ടി. പക്ഷേ ഇവിടുത്തതിനേക്കാൾ പഴയതുപോലെ തന്നെ താഴ്ന്ന അവസ്ഥയിൽ നിലയിലുള്ള സ്റ്റാഫ് നേഴ്സ് പോസ്റ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പോഴാണ് ഈ പ്രാർത്ഥനാക്കുറവിനെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ചും മറന്ന് ജീവിക്കുവാനായിട്ടുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തത്. പെട്ടെന്ന് തന്നെ ഉടമ്പടി ഓൺലൈനായിട്ടൊക്കെ എടുത്ത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ 3 ഇൻ്റർവ്യൂവിന് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ 1-2 ഇൻ്റർവ്യൂവിന് പോയിട്ടും വിജയിക്കുവാനായിട്ട് സാധിച്ചില്ല. അവസാനം ഒരു ഇൻ്റർവ്യൂ, അപേക്ഷിക്കാത്ത ഇൻ്റർവ്യൂവിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിങ്ങളിവിടെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ തിരക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വന്ന് പെട്ടെന്ന് ഇൻ്റർവ്യൂ എടുക്കണം. ഇവർ പറഞ്ഞ് ഞങ്ങളത് അപേക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ പേരുണ്ട്, ഇവിടെ വന്ന് ഇൻ്റർവ്യൂവിന് നിൽക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നല്ലേ ഒരു 40 ദിവസം പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്നത്. പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത് 40 എന്ന് പറയുന്ന സംഖ്യ, ആ 40 എന്ന സംഖ്യ ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു, എന്താണ് വെളിപ്പെടുത്തി. പിന്നീട് മനസ്സിലായി 40 ദിവസത്തിനുള്ളിൽ തനിക്ക് ജോലി കിട്ടുവാനായിട്ട് പോകുന്നതിൻ്റെ ഒരടയാളമാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പരിശുദ്ധ അമ്മ മുന്നിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള തോന്നലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോഴതിനെ ബന്ധപ്പെട്ട ഒരു വചനം തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. ആ വചനം ഒന്നും കൂടെ ഏറ്റു പറഞ്ഞേ. ഞാൻ നിനക്ക് മുമ്പേ പോയി പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര നിധികളും രഹസ്യധന ശേഖരങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഏശയ്യാ 45:2. ഏശയ്യാ 45-ാം അധ്യായത്തിലെ വാക്യം ആ ഒരു ഇൻ്റർവ്യൂവിന് താൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ലെന്ന് അവരിങ്ങോട്ടാണ് പറഞ്ഞത്, നിങ്ങൾ പേരുണ്ട് ഇവിടെ, നിങ്ങൾ. അപ്പം വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കിട്ടിയ സ്ഥലത്ത് കൂടുതൽ ഉന്നതമായിട്ടുള്ള ഒരു ജോലി ലഭിക്കണം. അപ്പം 40 എന്നുള്ള ഒരു സംഖ്യ പരിശുദ്ധ വെളിപ്പെടുത്തി കൊടുത്ത് പോകുമ്പോൾ പരിശുദ്ധാമ്മ മുന്നിൽ പോകുന്നതായിട്ട് തോന്നി. അപ്പോൾ വചനം പെട്ടെന്ന് ഓർമ്മ വന്നു. വചനത്തിലും പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ മുന്നിൽ ഞാൻ സഞ്ചരിക്കും, അടച്ചിട്ടിരിക്കുന്ന ഓടാമ്പലുകൾ തുറക്കപ്പെടും. ഏശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിലെ വചനങ്ങൾ ലഭിച്ച് ആ ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി ക്ലിനിക്കൽ നേഴ്സായിട്ട് ഇന്ന് ഉന്നത പദവിയിൽ ജോലി ചെയ്യുവാനിടയായി. അതുപോലെ തന്നെ ഒരു നല്ല വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. അതിൻ്റെ തടസ്സങ്ങൾ മാറി അത്ഭുതവഹമായിട്ട് അതിനുള്ള സാഹചര്യങ്ങളൊത്ത് നല്ലൊരു വീട് ലഭിക്കുവാനായിട്ടിടയായി. അതിനേക്കാൾ ഉപരി ഭർത്താവിന് 20 വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനത്തിൻ്റെ ആസക്തി, അതിൽ നിന്നുള്ള പൂർണ്ണ വിമോചനം ലഭിച്ചു. അത് ലഭിക്കാനായിട്ടിടയായത് നമ്മൾ കേട്ടതാണ്. പെട്ടെന്ന് തന്നെ ഈ പാരലൈസ്ഡ് പോലെ, സ്ട്രോക്ക് പോലെ അസുഖം വന്ന് ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പം ഡോക്ടർമാർ പറഞ്ഞ് വിധി എഴുതി, ഇത് സ്ട്രോക്കിൻ്റെ അംശമാണ്. പെട്ടെന്ന് തന്നെ കുടി നിർത്തി. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ് ഒരു സ്ട്രോക്കുമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഭർത്താവ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴും ഇവർ തന്നെ സാക്ഷ്യപ്പെടും നമ്മൾ കേൾക്കാൻ സാധിച്ചു. ഈ അമിതമായ മദ്യപാനം നിർത്താനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവിടുന്ന് അനുവദിച്ചു കൊടുത്ത ഒരു ഭയപ്പെടുന്ന രോഗത്തിൻ്റെ ഒരു സൂചന അടയാളമായിരുന്നു. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുന്ന് ഇടപെടുവാനായിട്ട് കാണിച്ചു കൊടുത്ത ഒരു ചെറിയ സാഹചര്യം മാത്രമാണ്. ഈ ഒരു അസുഖം വരുന്ന പോലെ തോന്നിപ്പിച്ച് ഭയപ്പെടുത്തി നിർത്തിച്ച് അതിൽ നിന്നും പൂർണ്ണമായി വിമോചിച്ചു. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നമ്മൾ കേട്ട് ഈ സഹോദരിക്ക് 1 വർഷത്തിന് മുമ്പ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വരുന്ന വഴിയാണല്ലേ, ഇവരെ ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന വഴിയാണ്, വീട്ടിലെത്തിയിട്ടില്ല. വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. വീട്ടിൽ വന്ന് ഇവിടെ വന്ന് അനുഭവസാക്ഷ്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് എത്തിയിരിക്കുന്നതാണ്. കാരണം നമ്മൾ കേട്ടതാണ്, കാലൊന്ന് ഉളുക്കിയതാണ്.
അത് വലിയ ഗൗരവം എടുത്തില്ല, അതിനെ അവഗണിച്ച് കളഞ്ഞ് നീര് വെച്ച് അത് ഓരോ പ്രാവശ്യം വരുമ്പം കൂടി വന്ന് ഓരോ ലെവല് കഴിഞ്ഞ് അത് കൂടുതലാകുവാനായിട്ട് തുടങ്ങി. അത് വലിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാക്കി. ഡോക്ടർമാർ പറഞ്ഞ് വിദഗ്ധ ചികിത്സ വേണം, ഓപ്പറേഷൻ വേണ്ടിയും പല ബുദ്ധിമുട്ടുണ്ടാക്കും, അത് വലിയൊരു പ്രയാസമായിരിക്കും. ഉടമ്പടിയെടുത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അപ്പോഴേ ഇവിടെ വന്ന് ടെസ്റ്റ് നടത്തിയപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ടാണ് ഇവർ വന്നത്. കൊണ്ടുവന്ന ഡോക്ടർമാരുടെ ആ ഒരു ടെസ്റ്റ് കാണിച്ചു. അവിടെ വെച്ച് കാണിച്ചപ്പോൾ ആ ടെസ്റ്റിൽ വന്നിരിക്കുന്നത് ഇത് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഈ ഉളുക്ക് മൂലമുണ്ടായ ഈ നീര് അത് കൂടുതലായിട്ട് അതിസങ്കീർണമായി തീർന്ന് നടക്കാൻ പറ്റാത്ത രീതിയിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ടായ അനുഭവം ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് കുറഞ്ഞുകൊണ്ട് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അപ്പോൾ അവർ ബാൻഡേജ് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഒരു ഇത്ര ദിവസം കൂടി കഴിയുമ്പം പൂർണ്ണമായും മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് പോരാ, ഞങ്ങൾ ആദ്യം ഇതിൻ്റെ സാക്ഷ്യം പറയാൻ ഇട്ട് കുറഞ്ഞു പോയത് കാരണം ഞങ്ങൾക്ക് സംഭവിച്ചതായിരിക്കും. പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിന് തുല്യമാണ് ഡോക്ടർമാർ തന്നിരിക്കുന്ന റിപ്പോർട്ട്, അത് മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ലേ, എത്ര ദൂരത്ത് ഓസ്ട്രേലിയയിൽ കഴിയുന്ന വ്യക്തികൾ, സ്റ്റാഫ് നേഴ്സ് ആണ്. അവിടെ ആയിരിക്കുമ്പോൾ പോലും നമ്മുടെ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിരന്തരം ആ വചനങ്ങൾ കേട്ട് ആശ്രയിച്ച് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. നമ്മളതുകൊണ്ട് പറയല്ലേ, സഞ്ചാരി ദൈവമാണ്, സമയത്തിൻ്റെയും മാതാവാണ്, സമയത്തിൻ്റെയും അതീതയാണ്. അതായത് എന്താണ്, സമയബന്ധിതമായിട്ട് അമ്മയുടെ മധ്യസ്ഥയിൽ തക്ക സമയത്ത് ഉത്തരം കിട്ടും. ഒരാളെ നിരാശപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ നീണ്ട് പോവുകയില്ല. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിന് അതിന് പരിഹാരം വേണ്ടത്, ആ കൃത്യസമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എത്ര ദൂരങ്ങളും കാലങ്ങളും ഉണ്ടതാണെങ്കിലും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊന്നും ഒരു തടസ്സമാക്കാതെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തിരുക്കുമാരൻ വഴിയായിട്ട് സംഭവിക്കും. ഇതിൻ്റെ വലിയ ലക്ഷണമാണ് ഈ സഹോദരി വഴിയായിട്ട് നമ്മൾ കണ്ടത്. അമ്മയിൽ അടിയുറച്ച വിശ്വസിച്ചുകൊണ്ടുള്ള നമുക്കൊരു സ്വർഗീയ അമ്മയുണ്ട്, നമുക്കൊരു സ്വർഗീയമായിട്ടുള്ള മാതൃത്വമുണ്ട്. നമ്മുടെ സ്വന്തം പെറ്റമ്മയെപ്പോലെ പൂർണ്ണമായി ആശ്രയിക്കുവാനും നമ്മളോടൊപ്പം വേദനിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കുവാനും സ്വാന്തനപ്പെടുത്തുവാനും നമുക്കൊരു അമ്മയുണ്ട് സ്വർഗത്തിൽ. നമ്മുടെ അമ്മമാരോടുള്ള ആ ഒരു വാത്സല്യത്തോടും സ്നേഹത്തോടും പരിശുദ്ധ അമ്മയെ നമ്മൾ കൂടുതലായിട്ട്, അമ്മമാരെക്കാൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മനസ്സിന് ആശ്വാസവും ശക്തിയും നമുക്ക് ലോകത്ത് ലഭിക്കാനില്ല. ഇങ്ങനൊരു സ്വർഗീയ അമ്മയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യാശയോടുകൂടി അവിടുത്തെ മടിത്തട്ടിൽ നമ്മൾ ആശ്വാസത്തോടെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ആനന്ദവും സൗഖ്യവും നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടുവാൻ ആശങ്ക. അതൊക്കെയാണ് നമ്മൾ ഈ അനുഭവ സാക്ഷ്യത്തിലൂടെയും ഈ പറയുന്ന പങ്കുവയ്ക്കലൂടെയും ശ്രവിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. നമുക്ക് കരങ്ങളടിച്ച് ഇവരെ പ്രതി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവം.